സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച കേസിൽ യൂട്യൂബർ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തു. അങ്ങനെ അത് അവസാനിച്ചു. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബിന്റെ നടപടി. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. എന്നെ കൂടെ കൂട്ടായിരുന്നു. ഇത് സംസ്ഥാന സമ്മേളനമൊന്നല്ലോ. തൊപ്പി എന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇത് ഞാൻ തെളിയിക്കും. ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റങ്ങളായതിനാൽ ജാമ്യം അനുവദിക്കരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയാൻ ഞാൻ എന്ത് തെറ്റി രാമേട്ട? എസ് എസ് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എസ് എസ് ശരൺ, അപ്പോ തൊപ്പിയുടെ യൂട്യൂബിന് വിലക്ക് വീണു അല്ലെ, ചങ്ങല വീണു. ഗുഡ് മോർണിംഗ്. ഇവരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർക്ക് 100 നാവാണ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും അതിന് ചങ്ങല വീണിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തൽക്കാലം ഇത്രയും മതി, വരട്ടെ. കാര്യം. അതായത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്, പരാതികളാണ് ഈ നിഹാദ്, തൊപ്പി എന്ന നിഹാദിനെതിരെ നേരത്തെ ഉയർന്നിരുന്നത്. അങ്ങനെ ഈ ലഹരി ഇടപാടുകൾ നടത്തി, ഒപ്പം തന്നെ ഈ സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചു എന്നടക്കമുള്ള അനവധി പരാതികളുണ്ടായിരുന്നു. നീ എന്താടാ ജോമോനെ ഇങ്ങനായി പോയേ? അതിൽ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ ഉണ്ടാവുകയും വിശദമായ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഒരു അഭിഭാഷകന്റെ പരാതി ആലുവ റൂറൽ സൈബർ പോലീസിന് ലഭിക്കുന്നത്. ആ പരാതിയിൽ നിഹാദിനെതിരെ കേസ് എടുക്കുന്നു. അതിൽ തന്നെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ, അതായത് IT ആക്ടിന് പുറമെ BNSലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരുന്നത്. ഈ സാധനം ഇത്ര കുറ്റകെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞു. ഈ കേസിലാണ് ഇപ്പോൾ നിഹാദിന്റെ യൂട്യൂബ് ചാനലിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് പോലീസ് ഈ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് യൂട്യൂബിന് നൽകുകയായിരുന്നു. കഴിഞ്ഞ കാലയളവിൽ ഇയാളുടെ യൂട്യൂബ് ചാനൽ വഴി എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂട്യൂബ് ഇയാളുടെ യൂട്യൂബ് ചാനൽ പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കേസ് എടുത്തതിന് പിന്നാലെ ഈ തൊപ്പി ഒളിവിൽ തുടരുകയാണ്. ഇയാളെ കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിന് മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ഇയാൾ എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് വ്യാജ പരാതികളാണെന്നുള്ളതാണ് ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നത് വാദം. എന്നാൽ ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ആലുവ റൂറൽ സൈബർ പോലീസ്. ഇപ്പോൾ ഈ നിഹാദിനെതിരെ, തൊപ്പിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ പോലീസ് നൽകിയിരിക്കുന്നത്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന തോറ്റെന്ന് പറഞ്ഞ പോലെ. നീ നിന്റെ തലയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ തൊപ്പിയുടെ യൂട്യൂബിന് വിലക്ക് വീണിരിക്കുന്നു എന്നുള്ളതാണ്, ദൃശ്യങ്ങൾ പങ്കുവെച്ചു സുഹൃത്തുക്കളുടെ എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. വല്ല കാര്യമുണ്ടോ? തൊപ്പി വെച്ച് നല്ല കാര്യമൊക്കെ ചെയ്തിരുന്നെങ്കിൽ വല്ല ഇതേപോലെ ഒളിച്ച് നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇതേപോലെ വേണ്ടാധീനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പോയോണ്ടല്ലേ ഇപ്പോൾ ഉള്ള യൂട്യൂബും പോയി. കളിക്കാറില്ലടാ, അടിച്ച വടിയൊന്നും കൊള്ളുന്നില്ലടാ, കളിക്ക